എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് PM കിസാൻ സമ്മാൻ നിധിയുടെ 21ാമത്തെ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കിസാൻ നിധിയുടെ 20ാമത്തെ ഗഡുവിൻ്റെ വിതരണം ഒരൊറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പ്രധാനമന്ത്രി രാജ്യത്തെ മുഴുവൻ കർഷകരുടെയും അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്ന രീതിയിലായിരുന്നുവെങ്കിൽ 21ാമത്തെ ഗഡുവിൻ്റെ വിതരണം വിവിധ ദിവസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കും. ഇതുവരെ 4 സംസ്ഥാനങ്ങളിലെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 21ാമത്തെ ഗഡു തുക കൈമാറി കഴിഞ്ഞു. കേരളത്തിലെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എന്നാണ് 21ാമത്തെ ഗഡുവിൻ്റെ വിതരണം എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒക്ടോബർ 7-ാം തീയതി 21ാമത്തെ ഗഡു തുക വിതരണം ചെയ്തിരുന്നു. 8.5 ലക്ഷത്തോളം കാശ്മീർ കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് 21ാമത്തെ ഗഡു തുക 2000 രൂപ എത്തിയിരുന്നത്. 170 കോടി രൂപയാണ് ഇതിനായിട്ട് കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് അനുവദിച്ചത്. നേരത്തെ കഴിഞ്ഞ മാസം സെപ്റ്റംബർ 27-ന് 3 സംസ്ഥാനങ്ങളിലെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 21ാമത്തെ ഗഡു തുക കേന്ദ്ര സർക്കാർ കൈമാറിയിരുന്നു. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നീ 3 സംസ്ഥാനങ്ങളിലെ 27 ലക്ഷം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് 21ാമത്തെ ഗഡു തുക എത്തിച്ചേർന്നത്. കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഒരു വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഈ 3 സംസ്ഥാനങ്ങൾക്ക് കിസാൻ നിധിയുടെ 21ാമത്തെ ഗഡു വിതരണം കൈമാറിയത്. ഈ 3 സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് മാത്രമായിട്ട് 21ാമത്തെ ഗഡു തുക വിതരണം ചെയ്യുവാനുള്ള കാരണമായിട്ട് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുള്ളത് ആ സംസ്ഥാനങ്ങളിൽ ഈയിടെയുണ്ടായ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും വിളനാശവുമാണ്. വെള്ളപ്പൊക്കം മൂലം കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ഒരു ആശ്വാസം എന്ന രീതിയിലാണ് 21ാമത്തെ ഗഡുവിൻ്റെ വിതരണം ഈ 3 സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകിയത്. കേരളം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ബാക്കി സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് 21ാമത്തെ ഗഡുവിൻ്റെ വിതരണം ദീപാവലി സമ്മാനമായിട്ട് ഒക്ടോബർ മാസത്തിൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്നീ 4 മാസങ്ങളിലെ ഗഡു തുകയാണ് 21ാമത്തെ ഗഡുവായിട്ട് എത്തിച്ചേരേണ്ടത്. പൊതുവെ 3-ാം മാസങ്ങളിലാണ് ഗഡു തുക എത്തിച്ചേരുക. ഒക്ടോബർ 20-ാം തീയതി ദീപാവലി ആയതിനാൽ അതിന് മുൻപായിട്ട് തന്നെ 21ാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇതുവരെയുള്ള വിതരണത്തിന് വ്യത്യസ്തമായിട്ട് ഇനി വിവിധ സംസ്ഥാനങ്ങൾക്ക് വിവിധ സമയങ്ങളിലാണോ കിസാൻ നിധിയുടെ വിതരണം ഉണ്ടായിരിക്കുന്നതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. അല്ല എങ്കിൽ പഴയ പോലെ രാജ്യമൊട്ടാകെ ഒന്നായി തന്നെ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. നവംബർ ആദ്യം തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിനാൽ ഈ മാസം തന്നെ ഗഡു തുകയുമായി ബന്ധപ്പെടുത്തിയുള്ള വിതരണം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കേന്ദ്ര സർക്കാരിൻ്റെ PFMS സംവിധാനം ഇപ്പോഴും ബ്ലോക്കാണ്. PFMS സംവിധാനം ഓപ്പൺ ആയാൽ മാത്രമേ വിതരണം എന്നൊക്കെയാണ് ഏത് രീതിയിലാണ് നടത്തുന്നത് എന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിലെ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.